പള്ളൂർത്തി അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടുതാലപ്പൊലി മഹോത്സവം ഭക്തി നിർഭരമായി. കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ നിന്നും നേർച്ചത്താലവുമായി ആയിരങ്ങളാണ് അഴകിയകാവ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത്. പള്ളൂർത്തി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലുള്ള പറനിറയ്ക്കലും ഗാർഡ് ഓഫ് ഓണറും പാട്ടുതാലപ്പൊലിയുടെ പ്രത്യേകതകളാണ്. വർഷങ്ങളായി നടന്നുവരുന്ന നാട്ടുതാലവുമായി വിവിധ ദേശങ്ങളിൽ നിന്നാണ് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പള്ളൂർത്തി അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ 1200 ആണ്ടത്തെ പാട്ടുതാലപ്പൊലി മഹോത്സവം ഫെബ്രുവരി 4 വരെ നീണ്ടു നിൽക്കും. മകരമാസത്തിലെ ചൊവ്വാഴ്ചയാണ് എല്ലാ വർഷവും പള്ളൂർത്തി അഴകിയകാവ് ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ താലവുമായി എത്തുന്നത്. ഇടക്കൊച്ചി, പെരുമ്പടപ്പ്, കോണം, പള്ളൂരുത്തി എന്നിവിടങ്ങളിൽ നിന്നും നേർച്ചാതാലവുമായി അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ എത്തിയതോടെ ക്ഷേത്രമുറ്റം ഭക്തജന സാന്ദ്രമായി. തുടർന്ന് ക്ഷേത്രത്തിൽ ദീപാരാധന സമയത്ത് താലസമർപ്പണം നടത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ ക്ഷേത്രകലകളും സംഗീതാർച്ചനയും ബ്രാഹ്മണിപ്പാട്ടും കളമെഴുത്തുപാട്ടും ആത്മീയ പ്രഭാഷണങ്ങളും പകൽപൂരവുമൊക്കെയായി ക്ഷേത്രാങ്കണം കലാസ്മൃതിയിൽ നിറയും. പള്ളൂരുത്തി പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്റ്റേഷൻ പറയും രാജഭരണകാലം മുതൽ പാട്ടുതാലപ്പൊലിയോടനുബന്ധിച്ച് ഭഗവതിയോടുള്ള ബഹുമാനാർത്ഥം നടത്തുന്ന പള്ളൂരുത്തി പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണറും പാട്ടുതാലപ്പൊലിയുടെ മറ്റ് പ്രത്യേകതകളാണ്. ആദ്യത്തെ താലം എന്ന് പറയുന്നത് ഭഗവതി കൊടുക്കുന്നത് നമ്മളുടെ മൂലസ്ഥാനത്ത് നിന്നുള്ള താലമാണ്. മൂലസ്ഥാനം എന്ന് പറയുന്നത് ഭഗവതിയുടെ വടക്കേ വിളിയിലാണ് മൂലസ്ഥാനം എന്ന് പറയുന്നത്. ആ മൂലസ്ഥാനത്താണ് ആദ്യം താലം തുടങ്ങുന്നത്. അവിടെ നിന്ന് ദീപം തെളിച്ചുകൊണ്ട് ഭഗവതിയുടെ മുന്നിലേക്ക് വരികയാണ് ചെയ്യുന്നത്. 22 ദിവസമാണ് ഈ പ്രാവശ്യത്തത്. വെള്ളി, ചൊവ്വ, ഞായർ ദിവസങ്ങൾ തീരുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ അഞ്ചാം ഗുരുതി, ഏറെ പ്രാധാന്യമുള്ള ഭൂതഗണങ്ങൾക്ക് തൃപ്തിപ്പെടുത്തുന്ന വടക്കുംപുറത്ത് ഗുരുതി എന്നാണ് ഇതിന് പറയുന്നത്. 5 ഉരുളിയിലാണ് ഗുരുതി നടത്തുന്നത്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഗുരുതിക്കേറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. നിത്യഗുരുതിയുള്ള അപൂർവ ക്ഷേത്രങ്ങളാണ് ഇതൊന്നാണ് അഴകിയകാവ് എന്ന് പറയുന്നത്. തിമില തൃത്തായമ്പക എന്ന് പറയുന്ന ഒരു പുതിയ പരിപാടി പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ ഊർതാലപ്പൊലി എന്നാ പറയുന്നത്. അവസാന താലപ്പൊലിക്ക് ഊരുകളുടെ താലപ്പൊലി, അതാണ് ഊർതാലപ്പൊലി എന്ന് പറയുന്നത്. അത് അന്ന് ഈ പ്രത്യേകമായിട്ടുള്ള തിമില പഞ്ചാരി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. പിന്നെ തായമ്പക, ഇവിടെ ഏറെ പ്രാധാന്യം ചെണ്ടമേളങ്ങൾക്കും പഞ്ചവാദ്യത്തിനുമാണ്. ഇപ്രാവശ്യം വെടിക്കെട്ട് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. പിന്നെ ഈ പ്രാവശ്യം കേരളത്തിലെ ഉയർന്ന കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ പോലീസ് സ്റ്റേഷൻ പറ എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രസിദ്ധമായ ഒരു പറയുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പറ കൊടുക്കരുത്. ജാനുവരി 26 തീയതി, അതായത് കൊട്ടാരത്തിൽ പറ എന്ന് പറയും. കൊട്ടാരത്തിൽ പറയ്ക്ക് ശേഷം ആദ്യം കൊട്ടാരത്തിൽ പറ എടുക്കും. ആ പറ കൊടുക്കുന്നത് ദേവസ്വം ഓഫീസറാണ്. അതിനുശേഷം ഉടനെ ഭഗവതിയുടെ സഹോദര സ്ഥാനികളായിട്ടുള്ള പിതൃസ്ഥാനിയായിട്ടുള്ള രാമേശ്വരത്തപ്പൻ്റെ അടുത്തും പഴയന്നൂരും പള്ളിയറക്കാവിലും പോകും. പഴയന്നൂരും പള്ളിയറക്കാവിലും പോയി പറയെടുത്തതിന് ശേഷം നമ്മളുടെ രാമേശ്വരത്ത് വന്ന് അവിടെയാണ് നേദ്യം ഇറക്കി പൂജ കഴിഞ്ഞ് അതിനുശേഷം ഭഗവതി തിരിച്ച് ഇവിടെ എത്തും. അതാണ് കൊട്ടാരത്തിൽ പറയുടെ സവിശേഷത. അതിനുശേഷം മാത്രമേ നമ്മൾ ഇവിടെ ദീപസ്തംഭന ആനപ്പന്തലിൽ മറ്റുള്ളവർക്ക് പറ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം 1-ാം തീയതിയാണ് പോലീസ് സ്റ്റേഷൻ പറ. പോലീസ് സ്റ്റേഷൻ പറ തുടങ്ങി അന്ന് രാത്രി മുതൽ വിളക്കിനെഴുന്നള്ളിപ്പുണ്ടാവും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.